ഇന്നത്തെ രാജസ്ഥാൻ പഞ്ചാബ് മാച്ച് കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. രാജസ്ഥാൻ പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ 10 ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിലിപ്പോൾ 90% പുറത്തായ ടീമിനെ നോക്കിയാൽ അത് RCB ആണ്. 6 മാച്ചിലെ ഒരു കളി മാത്രമേ RCB ജയിച്ചിട്ടുള്ളൂ. ഒരു ടീമിനെ പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ 16 പോയിന്റ് ആവശ്യമാണ്. അതായത് 7 മാച്ച് ജയിക്കണം. 14 മാച്ച് മാത്രമേ ഒരു ടീമിന് കളിയുള്ളൂ. ഇപ്പോൾ RCBക്ക് 2 പോയിന്റ് ഉണ്ട്. ഇനി അവർക്ക് ബാക്കി 8 മാച്ചാണുള്ളത്. അതിലെ 7 RCB ജയിക്കണം. അതത്ര ഈസി അല്ല. അതുകൊണ്ട് RCB പുറത്തായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി ഡൽഹി, പഞ്ചാബ്, ഗുജറാത്ത് ഇവരുടെ കാര്യവും ഇതുപോലൊക്കെ തന്നെയാണ്. പ്ലേ ഓഫിലെത്താൻ വലിയ പ്രതീക്ഷകൾ ഇവർക്കില്ല. ഇതിലെ ഗുജറാത്ത് ആണെങ്കിൽ 6 പോയിന്റ് നേടിയിട്ടുണ്ട്. അതും 6 മാച്ച് കളിച്ചിട്ടാണ്. നിലവിലിപ്പോൾ സാധ്യതയുള്ളത് മുംബൈ ടീമിനാണ്. മുംബൈ 5 മാച്ചിൽ നിന്ന് 4 പോയിന്റ് നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള മാച്ച് ജയിച്ചാൽ മുംബൈക്ക് പ്ലേ ഓഫിലെത്താം. ഇനിയിപ്പോൾ 1ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് ആണ്. 6 മാച്ചിലെ 5 ജയിച്ച് 10 പോയിന്റ് അവർക്കുണ്ട്. രാജസ്ഥാൻ ഇനി 99% പ്ലേ ഓഫിൽ എത്താതിരിക്കില്ല. അവരിപ്പോൾ തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് ആകെ കൂടി 6 പോയിന്റ് മാത്രമേ ആവശ്യമുള്ളൂ. അതായത് 3 മാച്ച് ജയിച്ചാൽ മതി. രാജസ്ഥാൻ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്തും. ഇപ്പോഴത്തെ രാജസ്ഥാൻ്റെ ഫോം അനുസരിച്ച് ഇനി ബാക്കിയുള്ള 8 മാച്ചിൽ നിന്ന് 3 ജയിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയായ ഒരു കാര്യമാണ്. ഇനി ബാക്കി 3 സ്ലോട്ടാണുള്ളത്. കൊൽക്കത്ത, CSK, ലക്നൗ ഇവർക്ക് പ്ലേ ഓഫിലെത്താനുള്ള സാധ്യതയുണ്ട്. ഈ 3 ടീമിനും 6 പോയിന്റ് ഉണ്ട്. IPL ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരൊക്കെ പുറത്തു പോകും, ആരൊക്കെ പ്ലേ ഓഫിലെത്തും, ഇനി വരുന്ന മാച്ചായിരിക്കും ഇതിൻ്റെ വിധി തീരുമാനിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വിജയത്തോടെ രാജസ്ഥാൻ 99% പ്ലേ ഓഫിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.